ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ നിർണായകമായ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. 2016 നവംബർ 13-ന് ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും പോലീസിന്റെ സ്ഥിരീകരണം. ജോർജേട്ടൻ സ്പൂരം ചിത്രീകരിച്ച കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബിലാണ് പൾസർ സുനി എത്തിയത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കണ്ടെത്താനാണ് കാവ്യയുടെ കടയിൽ പോലീസ് റെയ്ഡ് നടത്തിയത് എന്ന് വ്യക്തമായി. നടി ആക്രമിക്കപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2016 നവംബർ 13-ന് ദിലീപും പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ ജോർജേട്ടൻ സ്പൂരത്തിന്റെ ലൊക്കേഷനിലായിരുന്നു അന്ന് ഇരുവരും എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തൃശൂരിലെ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബിലായിരുന്നു ഷൂട്ടിംഗ്. ക്ലബ്ബ് ജീവനക്കാർ ദിലീപിനൊപ്പം എടുത്ത് സെൽഫി ചിത്രവും പോലീസ് ശേഖരിച്ചു. ചിത്രങ്ങളിൽ ഒന്നിൽ പിന്നിലായി പൾസർ സുനി മറ്റൊരാളോട് സംസാരിച്ചു നിൽക്കുന്നത് കാണാം. ഇതിനെ തുടർന്ന് ക്ലബ്ബ് ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇക്കാര്യം ക്ലബ്ബ് മാനേജർ സുധാകരൻ പീപ്പിൾ ടിവിയോട് സ്ഥിരീകരിച്ചു. ഞാൻ വന്നിരുന്നു, നമ്മുടെ അങ്കമാലി CI വന്നിരുന്നു. അവിടെ അവര് ഇത്രയാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഇങ്ങനെ ഒരു ഫിലിമിന്റെ പേര് പറഞ്ഞു. ആ ഫിലിമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാനും ഫിലിമായിട്ട് അത്ര ഒരു ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കാണാറുള്ള ഫിലിം. അപ്പൊ ഡേറ്റ് പറഞ്ഞ് ഏകദേശം ഞാൻ നവംബറിൽ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അവിടെ ദിലീപിന്റെ. CI സാർ അവര് മറ്റേ സ്റ്റാഫിന്റെ അടുത്ത് എന്താണ് ചോദിച്ചത് എന്നും എനിക്കറിയില്ല, കാരണം എന്റെ ക്യാബിനിൽ വെച്ചിട്ടല്ലായിരുന്നു ചോദിച്ചത്. അപ്പൊ അവരുടെ റിസപ്ഷനിൽ നിന്നിട്ടാണ് ചോദിച്ചിരുന്നത്. സാറിന് ഓറലായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അവരുടെ മൊബൈലൊക്കെ മേടിച്ച് നോക്കുന്നുണ്ടായിരുന്നു സാറ്. സുനി ദിലീപിനെഴുതിയ കത്തിൽ സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള കാര്യങ്ങൾ താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പരാമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സുനിയുടെ സാന്നിധ്യം പ്രാധാന്യത്തോടെയാണ് പോലീസ് കാണുന്നത്. ഇതിനിടെ കാവ്യമാധവന്റെ കാക്കനാട്ടെ ഷോപ്പിൽ പോലീസ് പരിശോധന നടത്തിയത് നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന് വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമായി. സംഭവത്തിന് ശേഷം മെമ്മറി കാർഡ് കാക്കനാട്ടെ കടയിൽ ഏൽപ്പിച്ചിരുന്നതായി സുനി പോലീസിന് മൊഴി നൽകിയിരുന്നു. പരിശോധനയിൽ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. എന്നാൽ പൾസർ സുനിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൾസറിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ നടിയുടെ പേര് ചാനൽ ചർച്ചയ്ക്കിടെ പരാമർശിച്ചതിന് തിരക്കഥാകൃത്ത് SN സ്വാമിക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. ADGP സന്ധ്യയും ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപും DGPയുമായി ചർച്ച നടത്തി. കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താനാണ് DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്ത് പ്രത്യേക കേന്ദ്രത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേസന്വേഷണം മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ, അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് നോർത്ത് സോൺ IG ദിനേന്ദ്ര കശ്യപ്, മധ്യമേഖല IG എന്നിവരുമായി DGP കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. കേസ് ഡയറി വിളിച്ചുവരുത്തി പരിശോധിച്ച DGP കേസന്വേഷണത്തിലെ IG-മാരുടെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിനോട് ഉടൻ കൊച്ചിയിലെത്താനും കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ദുരൂഹത 5 ദിവസത്തിനുള്ളിൽ നീക്കാനും DGP നിർദ്ദേശിച്ചു. കേസന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. പല കേന്ദ്രങ്ങളിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കണം. മൊഴികൾ വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടായ അന്വേഷണത്തിലേക്ക് കടക്കണമെന്നും DGP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് പറഞ്ഞ DGP ലോക്നാഥ് ബെഹ്റ കേസിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത നടന്മാരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന KB ഗണേഷ് കുമാറിന്റെ കത്ത് പുറത്ത്. ഇതോടെ അമ്മ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു. അമ്മ നടീനടന്മാർക്ക് നാണക്കേടാണ് എന്നും സംഘടന പിരിച്ചുവിടണമെന്നും കത്തിൽ ഗണേഷ് കുമാർ. അതേസമയം കത്ത് ജനറൽ ബോഡി യോഗത്തിന് മുൻപ് അയച്ചതാണ് എന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് എന്നും അമ്മ വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് ഗണേഷ് കുമാർ കത്ത് നൽകിയത്. 16 പേജുള്ള കത്തിൽ അമ്മ സംഘടന പിരിച്ചുവിടണമെന്നും ഗണേഷ് കുമാർ ആവശ്യമുന്നയിക്കുന്നു. ആക്രമിക്കപ്പെട്ടപ്പോൾ അമ്മ തിരശ്ശീലയ്ക്ക് പിന്നിലൊളിച്ചെന്നും ദിലീപിനെ സംരക്ഷിച്ചില്ലെന്നും കത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. സഹപ്രവർത്തകയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണമുണ്ടായപ്പോൾ ഗൗരവമായി അമ്മ ഇടപെട്ടില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ നേതൃത്വം മടിച്ചു നിന്നപ്പോൾ പിച്ചു ചീന്തപ്പെട്ടത് സഹപ്രവർത്തകയുടെ ആത്മാഭിമാനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അമ്മയിൽ നിന്നും നീതി ലഭിക്കാത്തതിനാലാണ് സ്ത്രീ കൂട്ടായ്മ ഉണ്ടായതെന്നും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന് അയച്ച കത്തിൽ ഗണേഷ് കുമാർ തുറന്നു പറയുന്നു. സേവനം ലക്ഷ്യമാക്കിയ സംഘടന ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകാനുള്ള തീരുമാനമെടുത്തെങ്കിലും ഇത് ഇതുവരെ നടപ്പിലാക്കിയില്ല തുടങ്ങി സംഘടനാ പ്രശ്നങ്ങളാണ് ഗണേഷ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം 26-ന് നൽകിയ കത്തിൽ ഗണേഷ് വ്യക്തമാക്കുന്നത് സംഘടനാ പ്രശ്നങ്ങൾ മാത്രമാണ്. എന്നാൽ ഗണേഷ് നൽകിയ കത്തിൽ 28/6/2017 കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഇക്കാര്യം ഗണേഷിനെ അറിയിക്കുകയും ചെയ്തെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാർ കത്ത് പിൻവലിക്കുകയും ചെയ്തു. അമ്മ സംഘടനയിൽ എല്ലാവരും തുല്യമാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി.
ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമ്മയുടെ നല്ല നടത്തിപ്പിനായാണ് താൻ കത്തയച്ചത് എന്നും ആ കത്തിന് ഇനി പ്രസക്തിയില്ല എന്നും ഗണേഷ് കുമാർ. കത്തിലെ കാര്യങ്ങൾ അമ്മയുടെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ കത്ത് താനല്ല പുറത്തുവിട്ടത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആ കത്തിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ അവരെനിക്ക് തന്നു. അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു പ്രസക്തിയില്ല. ആ കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരോ പുറത്തു വിട്ടിരിക്കുകയാണ്. അത് എല്ലാം ഒളിച്ചു വെച്ച കത്തല്ല. പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ അയച്ചു കൊടുത്ത കത്താണ്. ആ കത്ത് അമ്മയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി ഒരു അംഗമെന്ന നിലയിൽ അകത്തുനിന്ന് എഴുതിയ കത്താണ്. ഇതിലെ ഓരോ പാരഗ്രാഫും എടുത്തു വെച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച സംശയങ്ങളിൽ അവർ മറുപടി പറഞ്ഞു. പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ആ രാത്രി തന്നെ പരിഹരിക്കാമെന്ന് അവർ ഉറപ്പ് തന്നു. അത് കമ്മിറ്റി തീരുമാനമായിട്ട് എഴുതി വെച്ചു. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായി നടൻ മുകേഷ് MLA. താൻ തുടക്കക്കാരനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും മുകേഷ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അത്രയും അല്ല, വികാരത്തിന്റെ പുറത്തൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു വാക്കോ വാചകോ മോശമായിട്ട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ല. തീർച്ചയായിട്ടും ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അന്വേഷണത്തിന് തൃപ്തനല്ലെങ്കിൽ എനിക്ക് പറയാമല്ലോ, തൃപ്തനാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് മൊഴിയെടുത്തു. കായംകുളം ചെങ്ങന്നൂർ റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ വന്നവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഫെനി പോലീസിന് മൊഴി നൽകി. ആലുവ പോലീസ് ക്ലബ്ബിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫെനിയുടെ മൊഴിയെടുക്കൽ തുടങ്ങിയത്. പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടതിനെക്കുറിച്ചും സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്തു കൊടുക്കണമെന്ന് അവർ പറഞ്ഞതിനെക്കുറിച്ചും ഫെനി മൊഴി നൽകി. സുനിയുടെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നതിനിടെ സൂചിപ്പിച്ച മാഡത്തെക്കുറിച്ചും ഫെനിയോട് ചോദിച്ചു. എന്നാൽ അതേക്കുറിച്ച് തനിക്കറിയില്ലെന്ന് ഫെനി മൊഴി നൽകി. സുനിയുടെ സുഹൃത്തുക്കളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് ഫെനിയെ കാണിച്ചു. അതിലൊരാളെ താൻ ഏകദേശം തിരിച്ചറിഞ്ഞതായി മൊഴി നൽകിയ ശേഷം ഫെനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ അത് എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി ഇന്ന ആളാണെന്ന്. അപ്പോൾ ഞാനതിപ്പം പറയുന്നില്ലായിരുന്നു, കണ്ടാ തിരിച്ചറിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മാവേലിക്കരെ CCTVയിൽ നോക്കിയാലേ, ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞു, അവൻ ആ CCTVയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വന്ന വേയും വ്യക്തമായിട്ട് കാണാൻ പറ്റും. CCTV എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം CCTV എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. CCTV എടുക്കുമെന്ന് പറഞ്ഞു. ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ട വിവരം ദിലീപിനോട് പറഞ്ഞതെന്ന് ഫെനി വിശദീകരിച്ചു. ഫെനി വിളിച്ച കാര്യം ദിലീപും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് 1.5 മണിക്കൂർ നേരം മൊഴിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ പുതിയ സിനിമ രാമലീലയുടെ റിലീസ് മാറ്റിവെച്ചു. സെൻസറിംഗ് പ്രശ്നമാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയതെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം. ഈ മാസം 14-നോ 21-നോ റിലീസ് ഉണ്ടാകുമെന്നും നിർമ്മാതാവ് അറിയിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ദിലീപ് നായകനായ രാമലീലയുടെ റിലീസിംഗ് മാറ്റിവെച്ചത്. വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന ചിത്രം തൽക്കാലം ഇറക്കേണ്ട എന്നാണ് നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. പുലിമുരുകൻ നൽകിയ ബ്രഹ്മാണ്ഡ ഹിറ്റിന് ശേഷം ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന രാമലീല ദിലീപ് ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. സെൻസർ സംബന്ധിച്ച പ്രശ്നമാണ് റിലീസ് മാറ്റിവെക്കാൻ ഇടയാക്കിയതെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പീപ്പിളിനോട് പ്രതികരിച്ചു. ഈ മാസം 14-നോ 21-നോ ചിത്രം റിലീസ് ചെയ്യുമെന്നും നിർമ്മാതാവ് പ്രതികരിച്ചു. അത് ആൾക്കാർക്ക് പലതും പറയാമല്ലോ. എൻ്റെ ഒരു പ്രൊഡക്റ്റ് എനിക്കില്ല അറിയാവുന്നത്. അത് ഇന്നലെയാണ് അറിയുന്നത്. ഞങ്ങളത് 7-ാം തീയതി തന്നെ മാക്സിമം ഇന്നലെ പ്ലാൻ ചെയ്തു. പക്ഷേ സെൻസറിങ് ഞാൻ കിട്ടിയിരിക്കേണ്ടത് 6-ാം തീയതിയാണ്. ഈ 6-ാം തീയതി സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7-ാം തീയതി സർട്ടിഫിക്കറ്റ് ആകത്തില്ല. ഇപ്പൊ തന്നെ എല്ലാ പടങ്ങളും മാറി പോകുന്നില്ലേ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ ആരോപണങ്ങൾ അനുദിനം ഉയർന്ന സാഹചര്യത്തിൽ ചിത്രം പ്രേക്ഷകർ കൈവിടുമോ എന്ന ആശങ്കയും അണിയറ പ്രവർത്തകർക്കുണ്ട്. ഈ മാസം 14-നോ 21-നോ റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാവ് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് P. ജയരാജൻ. UDF ഭരണകാലത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു സെൻകുമാറെന്നും ജയരാജൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. DGP സ്ഥാനത്തു നിന്നും മാറ്റിയത് P. ജയരാജന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാമെന്ന TP സെൻകുമാറിന്റെ പ്രസ്താവനക്ക് ഫേസ്ബുക്കിലൂടെയാണ് P. ജയരാജൻ മറുപടി നൽകിയത്. സെൻകുമാറിനെ DGP സ്ഥാനത്തു നിന്നും മാറ്റാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സെൻകുമാറിനോട് തനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് എന്നോട് അതുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. UDF ഭരണകാലത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും തന്നെ നീക്കാൻ വ്യാജ റിപ്പോർട്ട് നൽകിയത് സെൻകുമാർ ആയിരുന്നു. ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ താൻ തുടർച്ചയായി ജയിലിലെ കൊടും ക്രിമിനലുകളെ സന്ദർശിക്കുന്നുവെന്നാണ് അന്ന് ഇന്റലിജൻസ് ADGP ആയിരുന്ന സെൻകുമാർ റിപ്പോർട്ട് നൽകിയത്.
താൻ സന്ദർശിച്ചത് ഭൂസമരത്തിന്റെ ഭാഗമായി ജയിലിൽ അടച്ച വയനാട്ടിലെ ആദിവാസി തടവുകാരെയായിരുന്നു. പാവപ്പെട്ട ആദിവാസികളെയാണ് സെൻകുമാർ കൊടും ക്രിമിനലുകളായി ചിത്രീകരിച്ചത്. ഒരു ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് തന്റെ വാക്കുകൾ മാത്രം കേട്ട് തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന വാദം അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് കടകവിരുദ്ധമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. രാഷ്ട്രീയത്തിൽ ശരിയല്ലെന്ന് തോന്നുന്ന നിലപാടുകളെ പരസ്യമായി വിമർശിക്കാറുണ്ട്. എന്നാൽ പ്രതികാരബോധത്തോടെ ആരോടും പെരുമാറിയിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒടുവിലായി പി ജയരാജൻ കുറിച്ചു, പ്രതികാരബുദ്ധി എന്ന ആ തൊപ്പി സെൻകുമാറിനാണ് ചേരുക. PV കുട്ടൻ, കോഴിക്കോട്. സർക്കാരിന്റെ പുതിയ മദ്യനയം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് 5 സ്റ്റാർ ഉൾപ്പെടെ 97 ബാറുകൾ തുറന്നു. എക്സൈസിന് അപേക്ഷ ലഭിച്ച 81 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകളിൽ 77 എണ്ണത്തിനും ലൈസൻസ് നൽകി. 2112 കള്ളുഷാപ്പുകളും ലൈസൻസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതേസമയം ബാറുകൾ തുറന്നതോടെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയും ശക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. മദ്യനയം നിലവിൽ വന്നതോടെ 2014 മാർച്ച് 31 വരെ പ്രവർത്തിച്ചിരുന്ന 3-4 സ്റ്റാർ ഹോട്ടലുകളിൽ ബാറുകൾക്ക് എക്സൈസ് ലൈസൻസ് കൊടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 20 5 സ്റ്റാർ ഉൾപ്പെടെ 97 ബാറുകളാണ് ലൈസൻസ് നേടി ഇന്ന് തുറന്നത്. 81 ബാറുകൾ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയെങ്കിലും അതിൽ 77 എണ്ണത്തിന് മാത്രമേ ലൈസൻസ് ലഭിച്ചുള്ളൂ. ബാക്കിയുള്ളവയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ലൈസൻസ് ലഭിക്കും. ലൈസൻസ് ലഭിച്ച ബാറുകൾ രാവിലെ 11 മണിക്ക് തുറക്കുന്നതും കാത്ത് മദ്യപന്മാർ ബാറിന് മുന്നിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ബാറുകളുടെ വാതിലുകൾ തങ്ങൾക്കായി വീണ്ടും തുറന്നപ്പോൾ ഭൂരിപക്ഷം പേരും സന്തോഷത്തിലായി. പിന്നെ ബാറ് തുറന്നവർക്കായി നന്ദി പ്രകടനവും. സന്തോഷമുണ്ട്. ഉള്ള കാശിന് മാന്യമായി വന്നിരുന്ന് കുടിച്ചും കൊണ്ട് പോകാം. ഹോട്ടലിൽ കുടിച്ചെന്നുള്ള വേളമില്ല, അവിടെ പോയി ക്യൂ നിൽക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്തൊരു നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. തീരുമാനം ഇത് തുടങ്ങിയ ഞങ്ങളുടെ പൈസ കുറേ വീട്ടിൽ ചെല്ലും. ഇല്ലെങ്കിൽ ഞങ്ങൾ സിവിലിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാലേ കാട്ടിൽ പോയിരിക്കണം. കാട്ടിൽ പോയി ഇരുന്നിട്ട് പോലീസുകാർ പിടിച്ച് പെറ്റി അടിക്കുന്നു. പുതുതായി തുറന്ന പല ബാറുകളിലും പ്രത്യേക ഓഫറുകളും രുചിയേറിയ സൗജന്യ സൈഡ് ഡിഷും മദ്യപിക്കാനെത്തിയവർക്കായി ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബാറുകൾ തുറന്നത്, 20 എണ്ണം. തിരുവനന്തപുരത്ത് 11, തൃശൂരിൽ 9, കണ്ണൂരിൽ 8, കോട്ടയത്ത് 6, ആലപ്പുഴയിൽ 2, കോഴിക്കോട് 5 ബാറുകൾ തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒരു ബാർ പോലും തുറന്നിട്ടില്ല. ബാറുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയും ആരംഭിച്ചിരിക്കുകയാണ്. 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. സംസ്ഥാനത്ത് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് സർക്കാർ മദ്യനയത്തിന്റെ ഭാഗമായി ലൈസൻസ് നൽകിയെങ്കിലും കർശനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും തുടരും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. ബീഫ് കൈവശം വെച്ചുവെന്നാരോപിച്ച് ഝാർഖണ്ഡിൽ ഒരാളെ അടിച്ചുകൊന്ന കേസിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. രാംഗഡിലെ BJP മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനായ നിത്യാനന്ദ് മഹതോ ആണ് അറസ്റ്റിലായത്. അതേസമയം രാജ്യത്ത് ആളുകളെ മർദ്ദിച്ചു കൊല്ലുന്നത് പുതിയ സംഭവമല്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗോവയിൽ പറഞ്ഞു. സമീപകാല സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അമിത്ഷായുടെ മറുപടി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ സംസാരിക്കുന്ന തത്സമയം. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇത്തരമൊരു ഒത്തുചേരലിന് ഇടയാക്കിയിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെതിരാണ്. സർക്കാരിൻ്റെ ചെയ്തികളുടെ ഫലമായി ജനങ്ങൾ വലിയ തോതിൽ ചേരിതിരിയുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. വല്ലാത്തൊരു അന്തരീക്ഷം രാജ്യത്താകെ ഉയർന്നു വരുന്നു. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു സാഹചര്യമല്ല ദേശീയ തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വർഗീയ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. ഇവിടെ സ്വൈര്യമായി യാത്ര ചെയ്യാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയാണ് അവസാനമുണ്ടായത്. സഹോദരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ വെച്ച് അവരുടെ വേഷത്തിലൂടെ
ഇവർ ഏത് മതസ്ഥരാണ് എന്ന് മനസ്സിലാക്കി അവരെ ആക്രമിക്കുകയും അതിലേറ്റവും ഇളയാളെ ആ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ട്രെയിനിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ രാജ്യത്തിന് കാണേണ്ടി വന്നു. അത്യന്തം ഹീനമായ രീതിയിൽ മറ്റ് സഹോദരങ്ങളെയെല്ലാം ആക്രമിക്കുന്ന നിലയും വന്നു. ഇത്തരമൊരു സാഹചര്യമാണ് രാജ്യത്താകെ സ്വയംഭൂവ എന്ന മട്ടിലുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ യുവാക്കളെയും ഉൽപ്പതിഷ്ണുക്കളെയും എത്തിക്കുന്നതിനിടയാക്കിയത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. എന്ത് കഴിക്കണം എന്ന് ചിലർ തീരുമാനിക്കുന്നു. അവരവരുടെ ഭക്ഷണശീലം ഇവിടെ തുടരാൻ പറ്റുന്നില്ല. എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ചിലർ തീരുമാനിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയ തോതിൽ അപകടപ്പെടുത്തുന്ന ഒട്ടേറെ നീക്കങ്ങളുണ്ടാകുന്നു. ഇത്തരം നീക്കങ്ങൾക്കെല്ലാം ഫലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ആശ്ചര്യമുണ്ടാകേണ്ടതായിട്ടില്ല. RSS നയിക്കുന്ന BJPയുടെ ഭാഗത്ത് നിന്ന് മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. നമുക്ക് മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ജനാധിപത്യവും പാർലമെൻ്ററി ജനാധിപത്യവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ഭീഷണി ഉയർത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രതിനിധിയാണ് NDA സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അതിനെ കഴിയാവുന്നത്ര യോജിപ്പോടെ ചെറുക്കുക എന്നതാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെല്ലാം കൂടി ഇന്ന് നമ്മുടെ രാജ്യത്ത് നിർവഹിക്കുന്നത്. അതിൻ്റെ പ്രതീകമാണ് ശ്രീമതി മീരാകുമാരി. ഇവരെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നമുക്കിവരെ പിന്താങ്ങാം. ഒറ്റക്കെട്ടായി തന്നെ കേരളം അവരുടെ പിന്നിൽ അണിനിരക്കുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യാം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി മീരാകുമാർ തിരുവനന്തപുരത്ത് എത്തി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുമായും ഒപ്പം പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി മീരാകുമാറിനെ പിന്തുണയ്ക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ബീഫ് കൈവശം വെച്ചുവെന്നാരോപിച്ച് ഝാർഖണ്ഡിൽ ഒരാളെ അടിച്ചുകൊന്ന കേസിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. രാംഘട്ടിലെ BJP മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനായ നിത്യാനന്ദ് മഹാതോ ആണ് അറസ്റ്റിലായത്. അതേസമയം രാജ്യത്ത് ആളുകളെ മർദ്ദിച്ചു കൊല്ലുന്നത് പുതിയ സംഭവമല്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗോവയിൽ പറഞ്ഞു. സമീപകാല സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അമിത്ഷായുടെ മറുപടി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജാർഖണ്ഡിലെ ബജാർഗഡ് ഗ്രാമത്തിൽ മുഹമ്മദ് അലിമുദ്ദീൻ എന്നയാളെ ബീഫ് കടത്തിയെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്.
ഇയാളുടെ വാഹനവും കത്തിച്ചു. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ മണിക്കൂറുകൾക്കകത്തായിരുന്നു സംഭവം. ഈ സംഭവത്തിലാണ് BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. രാംഗഡിലെ BJPയുടെ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള നിത്യാനന്ദ് മെഹ്തോ, സന്തോഷ് സിംഗ്, ചോട്ടു റാണ എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ജനക്കൂട്ടം മർദ്ദിച്ചു കൊല്ലുന്ന സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് BJP നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് പ്രാദേശിക നേതാവിന്റെ അറസ്റ്റ്. അതിനിടെ കേന്ദ്ര സർക്കാരും BJPയും വിമർശനം നേരിടുന്ന ഘട്ടത്തിൽ പ്രതികരണവുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തി. ജനക്കൂട്ടം സ്വയം വിചാരണ നടത്തി മർദ്ദിച്ചു കൊല്ലുന്നത് രാജ്യത്ത് പുതുമയുള്ള സംഭവമല്ല എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഗോവയിലെ പനാജിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അമിത്ഷാ മറുപടി നൽകിയത്. 2011, 2012, 2013 കാലങ്ങളിൽ ഇതിൽ കൂടുതൽ മർദ്ദിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടിയും സർക്കാരും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നതെന്നും അമിത്ഷാ മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി.